ബീഹാറിലെ ഇലക്ഷൻ ഫലം ഇന്നലെ പുറത്തു വന്നു. ഇന്ത്യ സഖ്യത്തിന് ബീഹാറിലെ മഹാഗഠബന്ധന് വമ്പൻ പരാജയമാണ്. BJP സഖ്യം തൂത്തുവാരെടുത്തിരിക്കുകയാണ്. 90% സ്ട്രൈക്ക് റേറ്റ്. ആ 90% സ്ട്രൈക്ക് റേറ്റ് നടക്കാൻ പറ്റത്തില്ലെന്നും അതിന് പിന്നിൽ ആ വിജയത്തിന് പിന്നിൽ എന്തോ കൃത്രിമത്വമുണ്ട്, എന്തോ കള്ളക്കളി ഉണ്ടെന്നുമാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ രാഹുൽ ഗാന്ധി വരെ, നമ്മുടെ സംസ്ഥാനത്ത് രമേശ് ചെന്നിത്തല മുതൽ PD സതീശൻ വരെ എല്ലാവരും ഒറ്റ തിരിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്, ഇലക്ഷൻ കമ്മീഷൻ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ബീഹാറിൽ ഇതുപോലത്തെ ഒരു വിജയം NDA സഖ്യത്തിന് സാധ്യമായത് എന്ന്. കള്ളക്കളി ഉണ്ടെന്നാണ് അവർ ഇതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ബീഹാറിലെ പരാജയത്തിന് കോൺഗ്രസ് നൽകുന്ന മറുപടി ഇതിന് പിന്നിൽ കള്ളക്കളി ഉണ്ട് എന്നാണ്. പക്ഷേ ഗ്രൗണ്ടിൽ, അതായത് ബീഹാറിൽ പോയവർ പലരും പറയുന്നത് അത് മാത്രമല്ല കാര്യമെന്നാണ്. അതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് പറയുന്നത്. റിപ്പോർട്ടർ TV നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നാണ്. നിലവിലത്തെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് മുന്നിൽ 2ാം സ്ഥാനത്താണ്. ആ റിപ്പോർട്ടർ TVക്ക് വേണ്ടി ഉത്തരേന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദിൽ പാലോട് എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനുണ്ട്. അദ്ദേഹമാണ് ബീഹാർ ഇലക്ഷൻ കവർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്, വായിക്കേണ്ട കുറിപ്പാണ്. അദ്ദേഹം പറയുകയാണ്, ഈ വിജയത്തിനകത്ത് അധികം അതിശയം ആരും കണ്ടെത്തണ്ട, BJP അർഹിച്ച വിജയം തന്നെയാണെന്നാണ് ആദിൽ പാലോട് പറയുന്നത്. റിപ്പോർട്ടർ TV ഒരു BJP അനുകൂല മാധ്യമമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് തന്നെയാണ്. അതുമാത്രവുമല്ല, BJPയെ എപ്പോഴൊക്കെ വ്യക്തമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു മാധ്യമം കൂടിയാണ് റിപ്പോർട്ടർ TV. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനങ്ങനെ തള്ളിക്കളയണ്ട. മാത്രമല്ല, 20 ദിവസത്തോളം ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ കവർ ചെയ്ത വ്യക്തി കൂടിയാണ് ഈ ആദിൽ പാലോട് എന്ന മാധ്യമ പ്രവർത്തകൻ. അതിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: BJPക്ക് ഇത് അർഹിച്ച വിജയം. 20 ദിവസത്തോളം റിപ്പോർട്ടിങ്ങിനായി ബീഹാറിൽ ഉണ്ടായിരുന്നു. മഹാസഖ്യം എന്നത് പേരിൽ മാത്രം. പട്നയിൽ മഹാസഖ്യത്തിന്റെ കാര്യപരിപാടികൾ അന്വേഷിച്ചിറങ്ങിയ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞത് സത്യം. ഇലക്ഷൻ പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഓഫീസ് പോലും ഈ സഖ്യത്തിനില്ല. കോൺഗ്രസ് ഒരു വഴിക്ക്, RJD മറ്റൊരു വഴിക്ക്. ഇത്രയും ദിവസം ഗ്രാമങ്ങളും നഗരങ്ങളും ചുറ്റിക്കറങ്ങിയിട്ട് കൈപ്പത്തി ചിഹ്നവും കോൺഗ്രസ് പ്രചാരണവും കണ്ടത് 1-2 സ്ഥലങ്ങളിൽ മാത്രം. സീറ്റ് തർക്കത്തിലും സഖ്യത്തിലെ അസ്വാരസ്യങ്ങളിലും ഇടപെടേണ്ട സമയം രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. ജീവൻ മരണ പോരാട്ടമായിട്ടും 11 മണ്ഡലങ്ങളിൽ CPIയും കോൺഗ്രസും RJDയും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി പരസ്പരം കുറ്റം പറഞ്ഞു. ഇതെന്ത് സഖ്യമെന്ന് തോന്നിപ്പോകും. എന്നാൽ NDAയിലേക്ക് നോക്കൂ. പട്നയിൽ ഇറങ്ങിയാൽ എന്ത് സഹായം വേണമെങ്കിലും BJPയുടെ വിശാലമായ മീഡിയ സെന്റർ സജ്ജമാണ്. ഇലക്ഷൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. അമിത് ഷായുടെ മേൽനോട്ടം. സീറ്റ് വിഭജനത്തിൽ നിതീഷ് കുമാർ അതൃപ്തി പ്രകടമാക്കിയതിന് അടുത്ത ദിവസം നിതീഷ് അമിത് ഷാ കൂടിക്കാഴ്ച. എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു NDA പ്രചരണം. അനാരോഗ്യം മൂലം വളരെ കുറച്ച് പൊതുയോഗങ്ങളിൽ മാത്രമാണ് നിതീഷ് കുമാർ പങ്കെടുത്തത്. ആ കുറവ് കൂടി BJP നികത്തി. മോദി പതിവിലും കൂടുതൽ ശ്രദ്ധിച്ചു. സഖ്യകക്ഷികളെന്നോ സ്വന്തമെന്നോ നോക്കാതെ BJP ആദ്യന്തം ബീഹാർ മുഴുവൻ പണിയെടുത്തു. ഫലം കണ്ടു. BJPക്ക് ഇത് ജീവൻ മരണ പോരാട്ടമായിരുന്നു. മഹാസഖ്യത്തിന് അതായിരുന്നില്ല. തേജസ്വി യാദവ് മാന്യനാണ്, മുഖ്യമന്ത്രിയാകേണ്ട നേതാവാണ്. കോൺഗ്രസിനെ ഒഴിവാക്കി പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തിയാൽ RJDക്ക് നിഷ്പ്രയാസം കയറി വരാമെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. RJDക്ക് 23% വോട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ BJP പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടാണ് RJD ബീഹാറിൽ പിടിച്ചത്. പക്ഷേ BJPക്കുള്ള പോലത്തെ ശക്തമായ സഖ്യകക്ഷികൾ RJDക്ക് ഇല്ലായിരുന്നു. RJD ഒറ്റയ്ക്ക് മത്സരിച്ചായിരുന്നു ചിലപ്പോൾ കുറച്ചുകൂടെ മെച്ചമായന്, അല്ലെങ്കിൽ ഇടത് പാർട്ടികളെ കൂടെ പിടിച്ചായിരുന്നെങ്കിലും കുറച്ചുകൂടെ മെച്ചമായന്. കോൺഗ്രസിനെ കൂടെ ചേർത്തോടെ എല്ലാം കയ്യിൽ നിന്ന് പോയി. BJPയിലേക്ക് നോക്കുമ്പോഴത്തേക്കും BJP തങ്ങളുടെ സഖ്യം ശക്തമാക്കാനാണ് ആദ്യം ശ്രമിച്ചത്. മാത്രമല്ല, തങ്ങളുടെ സഖ്യത്തിനകത്ത് എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അത് തീർത്തിട്ട് വേണം ഇലക്ഷൻ പ്രചാരണത്തിലേക്ക് കടക്കാനാണ് BJP ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ അവർ ശക്തമായി നടത്തി. ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് സീറ്റ് കൊടുത്തതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അതുമാത്രമല്ല, പ്രശ്നമുണ്ടാക്കാൻ സാധ്യത ഉണ്ടായിരുന്ന പലരെയും സഖ്യത്തിന് പുറത്ത് നിർത്തുകയും മാത്രമല്ല തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് 100% ഉറപ്പുള്ളവരെ കൂടെ നിർത്തുകയും ചെയ്തു BJP. അങ്ങനത്തെ ഒരു രാഷ്ട്രീയം അവരുടെ ഭാഗത്ത് നിന്ന് പഠിച്ചേ പറ്റൂ. എന്തൊക്കെ രാഷ്ട്രീയ എതിർപ്പുകൾ ഉണ്ടെങ്കിലും BJPന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നുകൂടിയാണത്. അത് മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ സഹായിച്ചതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് അവിടെ BJPക്ക് വിജയിക്കാൻ സാധിച്ചെന്ന് പറയുന്നതിൽ കാര്യമില്ല. അത് വ്യക്തമാക്കുന്ന കുറിപ്പാണ് ആ മാധ്യമപ്രവർത്തനം എഴുതുന്നത്. അതുമാത്രമല്ല, സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ BJP ശക്തമായി മുന്നിൽ നിന്നു. മാത്രമല്ല, ഒരിടത്ത് പോലും വിമത സ്ഥാനാർത്ഥി BJP സഖ്യത്തിനെതിരെ മത്സരിച്ചില്ല. പക്ഷേ മഹാഗഠബന്ധനിൽ പരസ്പരം RJDയും കോൺഗ്രസും CPIയും മത്സരിച്ച സാഹചര്യമുള്ള മണ്ഡലങ്ങളുണ്ടായിരുന്നു.
അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതുമാത്രമല്ല, അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി 6 സീറ്റാണ് ബീഹാറിൽ തേടിയത്. ഒവൈസിയുടെ പാർട്ടിയെ സഖ്യത്തിന് കൂടെ ചേർക്കണമെന്നും 6 സീറ്റ് ഞങ്ങൾക്ക് നൽകിയാൽ തങ്ങൾ ബാക്കിയുള്ള ഒരിടത്തും മത്സരിക്കത്തില്ല, പരിപൂർണമായ പിന്തുണ മഹാഗഠബന്ധന് നൽകുമെന്നും ഒവൈസി പരസ്യമായി പറഞ്ഞിരുന്നു. എന്നാൽ ഒവൈസി പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഒവൈസി ഒറ്റയ്ക്ക് മത്സരിച്ചു, 6 സീറ്റ് നേടി വേറെ ഒരുപാട് സീറ്റുകളിൽ മഹാഗഠബന്ധന്റെ സാധ്യതകൾ തകർക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. എവിടെയൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ അതൊന്നും തീർക്കാൻ അവർ ശ്രമിച്ചിരുന്നില്ല. 5 വർഷത്തെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരമുണ്ടെന്നും ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിന് പുറത്താണ് മഹാഗഠബന്ധൻ RJDയും കോൺഗ്രസും മുന്നിൽ നിന്ന്. കോൺഗ്രസ് അത് ശക്തമായി മുന്നിൽ നിന്നുണ്ടായിരുന്നു. 2024 ലോക്സഭാ ഇലക്ഷൻ തങ്ങൾക്ക് കിട്ടിയ ഒരു മേൽക്കൈ തങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന അമിതമായ പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയത്. പക്ഷേ അതിനുള്ള മറുപടിയാണ് ഇലക്ഷൻ ഫലം വന്നത്. കൃത്രിമത്വമുണ്ട്, അല്ലെ പണമൊഴുക്കിയാണ് BJP ഇലക്ഷൻ നേരിട്ടുന്ന കാര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഗ്രൗണ്ട് ലെവലിൽ കോൺഗ്രസ് പരാജയമായിരുന്നു. 1-2 മണ്ഡലങ്ങളിൽ ഒഴിച്ച് RJDയുടെ നിഴലായിരുന്നു കോൺഗ്രസ് എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. ചില മണ്ഡലങ്ങളിൽ RJDയെ തന്നെ തോൽപ്പിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തിച്ചെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. അത്രമാത്രം പുറമോട്ടായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇനി ഇലക്ഷൻ കമ്മീഷന്റെ പഴിച്ചിട്ടും കാര്യമില്ല. ഇലക്ഷൻ കമ്മീഷന്റെ പഴിച്ചാലും കോൺഗ്രസ് മുന്നോട്ട് വരേണ്ട അത്യാവശ്യമാണ്, അല്ലാതെ ജയിക്കാൻ പോകുന്നില്ല. 20 ദിവസത്തോളം ബീഹാറിൽ പ്രവർത്തിച്ച ഒരു മാധ്യമപ്രവർത്തന കുറിപ്പാണ് ഇത് പറയുന്നത്. അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, BJP ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്തു, കോൺഗ്രസ് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്തില്ല. അത് മാത്രമാണ് ആ വ്യത്യാസം.